താടിയും പോട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ബിഗ് ബോസിലെ രജത് സാറിനെ നിങ്ങൾ ആരും മറന്നു കാണില്ല. ഇത്രയും നാളത്തെ സീസൺസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിലെ രജത് സാറായിരുന്നു. നല്ല അടിപൊളി ഗെയിമായിരുന്നു പുള്ളിയുടേത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ബിഗ് ബോസ് സീസണിലെ ഓരോ താരങ്ങളെ പറ്റി കറക്റ്റായി അനാലിസിസ് ചെയ്ത് അവർ ഫൈനലിൽ ആരൊക്കെ എത്തും, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ആ ഒരു രീതികളും കാര്യങ്ങളും ക്യാരക്ടറും എല്ലാം കറക്റ്റായിട്ടാണ് രജത് സാറ് പറയുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഇതിനകത്ത് വന്ന് കള്ള കഥകൾ പറയുന്ന ഒരുപാട് പേരും ഉണ്ടാവും. ടീമിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് പാൽക്കഞ്ഞി കുടിച്ചോ പഴങ്കഞ്ഞി കുടിച്ചോ പട്ടിണിക്ക് കിടന്നോ അതൊന്നും വലിച്ചഴിച്ചുകൊണ്ട് വരേണ്ട ഒരാവശ്യമില്ല. കഥകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന വേറെ കുറെ പേരുണ്ട്. നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടില്ലേ, ഇന്ത്യൻ ആർമിയിലൊക്കെ നമ്മൾ പോയില്ലേ, പീരങ്കി എടുത്തവരുണ്ടാവും, AK-47 എടുത്തവരുണ്ടാവും, AK-56 എടുത്തവരുണ്ടാകും. ഞാൻ തെരുവിൽ പിച്ച തെണ്ടിയിട്ടുണ്ടാവാം, ഞാൻ ചാണകം വാരിയിട്ടുണ്ടാകാം. നോറ ഒരു സത്യം കൂടെ വിളിച്ചു പറഞ്ഞിരുന്നു. അതിലാണ് റസ്മിനും ജാസ്മിനും ഗബ്രിയും കുടുങ്ങിയത്. നോറയെ സംബന്ധിച്ച് എനിക്ക് രണ്ടു വാക്ക് കൂടുതൽ പറയണം. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം കയറിയപ്പോൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നോറയുടെ തന്നെ ആരോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചിലർ വന്നു, നോറയുടെ പാസ്റ്റൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഞാൻ ശക്തമായി എതിർക്കുന്നു. പത്മകുമാർ സാറേ, യാതൊരു കാരണവശാലും ഒരു മത്സരാർത്ഥിയുടെ ഇതിനകത്തേക്ക് ഗെയിമിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് അയാൾ മുമ്പ് പാൽക്കഞ്ഞി കുടിച്ചോ പഴങ്കഞ്ഞി കുടിച്ചോ പട്ടിണിക്ക് കിടന്നോ കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിക്കാത്തതാണോ ഡൈവേഴ്സ് കഴിഞ്ഞാണോ അതൊന്നും ഇവിടെ വലിച്ചഴിച്ചുകൊണ്ട് വരേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ ഒന്നും ചെലവിലല്ലല്ലോ ഞാൻ ഇന്നലെ വരെ ജീവിച്ചു വന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയത് നിങ്ങളല്ലല്ലോ എന്നെ കൊണ്ടുവന്നത്. ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ നിങ്ങൾ കണ്ടു പറയൂ. പഴയത് ഞാൻ കയറി വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ തെരുവിൽ പിച്ച തെണ്ടിയിട്ടുണ്ടാവാം, ഞാൻ ചാണകം വാരിയിട്ടുണ്ടാകാം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. എനിക്കും പറയാൻ എൻ്റെ പഴയ കഥകൾ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് കഥ പറയാൻ സമ്മതിച്ചില്ല. സീസൺ 2 എൻ്റെ ഹിസ്റ്ററി എൻ്റെ കഥ പറഞ്ഞിട്ടില്ല. മറിച്ച് ലോട്ടിട്ടൊരു കുടത്തിൽ ലോട്ടിട്ട് എടുത്തപ്പോൾ എങ്ങോട്ട് ഇനി പോകണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ സ്വർഗത്തിലാണ്, അമ്മയുടെ അടുത്ത് പോകണമെന്നുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞത്. അല്ല, എൻ്റെ ജീവിത കഥ പറയാൻ എനിക്കന്ന് ബിഗ് ബോസ് അവസരം തന്നില്ല. എൻ്റെ ജീവിതകഥ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ആ ജീവിത കഥകൾ പറഞ്ഞ് കേട്ട് അതിൽ അഭിഷേക് ശ്രീകുമാറിനെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യും. കാരണം ജീവിത കഥ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് ആൾക്കാരെ സോപ്പിട്ട് കണ്ണീരൊഴിപ്പിച്ച് ഈ ഒരു ഇമോഷൻ സാധനം കൊണ്ടുവന്ന് ഉണ്ടാക്കി വോട്ട് പിടിക്കുന്നത് ശരിയല്ല. പറയുന്ന കാര്യം സത്യമായിരിക്കണം. അപ്പൊ എനിക്കത് പറയാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇമോഷൻസ് പലർക്കും പല രീതിയിലുണ്ടാവും. ചിലർ വലിയ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഇവിടെ വന്ന് നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. വലിയ കുടുംബത്തിൽ ജനിച്ചത് അയാളുടെ തെറ്റാണോ? നമ്മുടെയൊക്കെ പൂർവ്വകർമ്മ ഫലങ്ങളും പല കാരണങ്ങളും അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് കഥകൾ കേട്ട് കഥകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന വേറെ കുറെ പേരുണ്ട്. നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടില്ലേ, ഇന്ത്യൻ ആർമിയിലൊക്കെ നമ്മൾ പോയില്ലേ, ഇല്ലേ, കൂട്ടിക്കൊണ്ടുപോയില്ലേ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് വന്ന് കള്ള കഥകൾ പറയുന്ന ഒരുപാട് പേരും ഉണ്ടാവും. പീരങ്കി എടുത്തവരുണ്ടാവും, AK-47 എടുത്തവരുണ്ടാവും, AK-56 എടുത്തവരുണ്ടാകും, ഇല്ലേ. ഈ കഥകളിൽ പലതും വിശ്വസിക്കാനേ പാടില്ല. കാരണം ഈ കഥ ശരിയാണോ അല്ലയോ എന്ന് അന്വേഷിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഷോ കഴിഞ്ഞിരിക്കും. അത് കറക്റ്റ് ആണല്ലേ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ബിഗ് ബോസിൽ താരങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ ഓരോരുത്തർ കുറെ റീച്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെ പാസ്റ്റുമായി കുറെ വീഡിയോസ് ഇറങ്ങാൻ തുടങ്ങും. അതായത് അവർ മുൻ കല്യാണം കഴിച്ചിരുന്നു, അവർ മുൻ ഡിവോഴ്സ് ആയിരുന്നു, മുൻ ഭർത്താവ് രംഗത്ത്, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച ആൾ രംഗത്ത്, മുൻ കാമുകൻ രംഗത്ത്. ഇപ്പം നോറയുടെ കേസ് വന്നപ്പോഴാണ് ഇതിങ്ങനെ പറഞ്ഞത്. അതുപോലെ ജാസ്മിൻ്റെ കല്യാണം ഉറപ്പിച്ച കേസും, അതുപോലെ റോക്കിയുടെ ഭാര്യയുടെ കാര്യങ്ങളും, അതുപോലെ അങ്ങനെ ഒരുപാട് ആളുകളുടെ ആണെങ്കിൽ ഇപ്പം അപ്സര മുന്നേ കല്യാണം കഴിച്ച വീഡിയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുവരെയും ഈ വീഡിയോയും ഈ കാര്യങ്ങളും ഇതൊക്കെ അവിടെ ഉണ്ട്. അന്നൊന്നും ഇവര് സെലിബ്രിറ്റി ആയിരുന്നപ്പോൾ ഇതൊന്നും പുറത്തുവിടാൻ ആരില്ല, അല്ലെങ്കിൽ പലരും ഇല്ല. പക്ഷെ ബിഗ് ബോസിൽ അവർ തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുന്നത്തെ കാര്യങ്ങളൊക്കെ പറയും, അല്ലെങ്കിൽ മുന്നത്തെ സംഭവങ്ങളൊന്നും വലിച്ചഴിച്ചു കൊണ്ടുവരുന്ന കാര്യമേ ഇല്ല. കാരണം അവര് പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. അവര് പ്രസന്റ്ലി അവരുടെ ഒരു കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് അവരവിടെ രജത് സാർ പറഞ്ഞ പോലെ തന്നെ എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്നവരോ വിളിച്ചു പറയുന്നവരോ ആരോപണങ്ങൾ പറയുന്നവരോ അല്ലെങ്കിൽ കുറ്റം പറയുന്നവരോ ഒന്നുമല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അവരെ എത്തിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ ഗെയിം കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങളാണ് പറയുക. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, നമ്മളെ
വീഡിയോക്ക് കമന്റ് ഇടുക, വീഡിയോ കണ്ടിട്ട് അതിന് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള കമന്റ് ഇടുക. അല്ലാതെ വീഡിയോയിൽ ചെയ്ത ആളുകളെ പേഴ്സണലി ഓരോന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ അത് പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ രജിത് സാർ പറയണത് സീസൺ 2 കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കിയിരുന്ന ഒരു സമയമായിരുന്നു അത്. കാരണം ഓരോ വാക്കുകളും വെറുതെ പാഴാവണ വാക്കല്ല, അതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനും നമുക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാനും രജിത് സാറിന്റെ ഓരോ വാക്കുകളിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. എന്തായാലും ബാക്കി ആളുകളെ കൂടി പറയുന്നതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ വോട്ട് കിട്ടാൻ വേണ്ടി കഥകളുടെ പുറകെ കഥകൾ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുക, ഇല്ലെങ്കിൽ ശരിയാണോ എന്ന് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം അത് വിശ്വസിച്ചിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. പക്ഷേ അനോറയിലേക്ക് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുന്തോറും വളരുന്ന ഒരാളാണ് നോറ. നന്നായിട്ട് കാര്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. 3 ഒരു പേടിയുമില്ല. അപ്പൊ 4 ഒറ്റയ്ക്ക് കളിക്കുന്ന ആളാണ് നോറ. നോറയ്ക്ക് ഒരു സപ്പോർട്ടർ അവിടെ ഇല്ല. നോറ ഒരു സത്യം കൂടെ വിളിച്ചു പറഞ്ഞിരുന്നു. അതിലാണ് റസ്മിനും ജാസ്മിനും ഗബ്രിയും കുടുങ്ങിയത്. വെളിയിൽ വെച്ച് ചോദിച്ചു, വെളിയിൽ വെച്ച് എൻ്റെ നമ്പർ ഇന്ന ആളിന് കൊടുത്തതാര്, ഇന്ന ആൾ വിളിച്ചതാര് എന്ന് പറഞ്ഞ് ചോദിച്ചു. ആ സംഭവത്തിൽ റസ്മിൻ ഉടനെ ആ ഷോട്ട് കണ്ടറിയാം തലയിൽ കൈ വെച്ച് അങ്ങോട്ട് തിരിഞ്ഞു. ഇതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവർ പുറത്തു നിന്ന് സംസാരിച്ചും കമ്പനി കൂടിയും പ്ലാൻ ചെയ്തുമാണ് ഇത്. ജാസ്മിൻ, ഗബ്രി, റസ്മിൻ, നോറ. പക്ഷെ നോറ അതിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നോറ അത് വിളിച്ചു പറഞ്ഞ് ബാക്കിലേക്ക് വന്നിട്ട് നോറ അത് പകുതിക്ക് വെച്ച് നിർത്തി. നോറ മൊത്തം പറഞ്ഞിട്ടില്ല. എന്നെക്കൊണ്ട് പലതും പറയിപ്പിക്കരുത് എന്ന് വന്നപ്പോൾ ഇവർ പലരും പതുക്കെ നോറയായിട്ട് കമ്പനി കൂടാനും തുടങ്ങി. ഇപ്പൊ നോറയും ജാസ്മിനും ഫൈറ്റ് ഉണ്ടോ? ഫൈറ്റ് കുറവാണ്. ജാസ്മിൻ നോറയോടുകൂടി ഫൈറ്റ് ചെയ്താൽ നോറയിൽ നിന്ന് പലതും പുറത്തു വരാനുണ്ട്. ഇനി ഇതിന് അടിവരയിട്ടൊരു സപ്പോർട്ട് കൂടെ നമുക്ക് നോക്കാം. ജിൻഡോ ഇടയ്ക്ക് വന്ന് ക്യാമറയോട് പറഞ്ഞ ഓർമ്മയുണ്ടോ ബിഗ് ബോസെ? അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞത് എന്താണ്? പുറത്തു നിന്ന് ജാസ്മിൻ, ഗബ്രി, നോറ, റസ്മിൻ പ്ലസ് അവരെന്നെ കൂടെ വിളിച്ചു ഒരുമിച്ച് കൂടി പ്ലാൻ ചെയ്യാനും വെക്കും. ഞാൻ അതിൽ പോവാതെ ഇനി മാറി അവരിന്ന്. അപ്പൊ അത് അടിവരയിട്ട കാര്യമല്ലേ. അപ്പൊ നോറയ്ക്കും ജിൻഡോയ്ക്കും എന്തൊക്കെ രഹസ്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ജിൻഡോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് മെയിലിംഗ് പോലെ പറയുന്നത്, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, അല്ലെങ്കിൽ ഞാൻ പലതും പറയൂന്നൊക്കെ ഇടയ്ക്ക് ആവേശം പറഞ്ഞില്ലേ. പറഞ്ഞപ്പോ നോറയ്ക്കും പറയാനുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഈ 5 പേരിൽ ഇന്ന് കൂടുതൽ കമ്പനി ആരൊക്കെ തമ്മിലാണ്? ജാസ്മിൻ, ഗബ്രി, ഇവരുടെ ഇടനിലയായി നിന്നുകൊണ്ട് ഷോ കാണിക്കുന്ന റസ്മിൻ. ഈ 3 പേർ നന്നായിട്ട് പ്ലാനിങ്ങിലുള്ളതാണെന്ന് ഈ ഇൻസിഡൻസിലൂടെ നമുക്ക് ബോധ്യപ്പെടും. കളിക്കാൻ കയറുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന ഗബ്രി, ജാസ്മിൻ, നോറ, റസ്മിൻ ഇവരെല്ലാവരും പ്ലാൻ ചെയ്തിട്ട് ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് അവരകത്ത് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവര് മാത്രമായിട്ടൊരു ഗെയിമും കാര്യങ്ങളും ഇപ്പൊ നിറഞ്ഞു നിൽക്കണം, ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് നിൽക്കാം, ഒരു ലവ് ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കും. അങ്ങനെ ഗബ്രിയും മറ്റേ ജാസ്മിനും ഒരു അഫെയർ പോലെയും പിന്നെ എന്താ പറയുക അതിന് സപ്പോർട്ട് ചെയ്യാൻ റസ്ബിനും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് വളരെ ശരിയാണ്. അവർ പുറത്തുനിന്നേ അത് പ്ലാൻ ചെയ്തിട്ടാണ് അകത്ത് കയറിയിരിക്കുന്നത്, ഇന്ന രീതിയിൽ നമുക്ക് ഗെയിം കളിക്കണം എന്നുള്ളത്. അപ്പം അതിൽ നിൽക്കാത്ത ആളുകളായിരുന്നു നോറയും ഈ പറയുന്ന ജിൻഡോയും. അതുകൊണ്ടാണ് അവര് അതിൽ നിന്ന് മാറിപ്പോയി ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറയണത്. അപ്പൊ ഗെയിം അറിഞ്ഞു കളിക്കുന്നവർ തന്നെയാണ് ഇവര്. അത് അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ വന്ന് ഇന്ന രീതിയിൽ പോയാൽ ആളുകളുടെ വോട്ട് കിട്ടും, പിടിച്ചെടുത്തും അവർ ഔട്ടാവാൻ ആളുകൾ ആഗ്രഹിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് പറയായിരുന്നു. നോറയുടെ ഒരു വീക്ക്നെസ് ഉണ്ട്. ആക്ച്വലി നോറയ്ക്ക് ഒരു വീക്ക്നെസ് ഇല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. എല്ലാവരോടും പറയേണ്ട കാര്യങ്ങളെല്ലാം നോറ എല്ലാം പറയും. കാരണം എന്ന് വെച്ചാൽ അതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുത്താൽ മതി. കാരണം ഇമോഷൻ ഇത്രയും പറഞ്ഞിട്ടും ഒരു ഇമോഷൻ പൊട്ടിക്കരഞ്ഞതിന് ശേഷം ഞാൻ പൊട്ടിക്കരഞ്ഞതും ഉറച്ചു പറഞ്ഞതുമായ കാര്യങ്ങൾ ഒരു പക്ഷേ ആർക്കെങ്കിലും ഒക്കെ വിഷമം ഉണ്ടാക്കിയോ വേദനിപ്പിച്ചോ എന്നുള്ളതിൻ്റെ ഒരു മാനസാന്തര സംഭവത്തിനാണ് ഇമോഷൻ പൊട്ടിക്കരയുന്നത്. പൊട്ടിക്കരയാൻ തക്ക രീതിയിൽ അത്ര പേടിത്തൂറിയാണ് ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞാൽ അങ്ങനെ പേടിച്ചു പോകുന്ന ആളല്ല നോറ. കാരണം നോറ ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടം വരെ എത്തിയാണ്. പക്ഷെ ഏതോ 1-2 കാര്യങ്ങളിൽ എനിക്കൊരു ഡൗട്ട് അടിച്ചതെന്ന് പറഞ്ഞത്, ഏതോ ഒരു ആപ്പൊക്കെ ഉപയോഗിച്ച് ലക്ഷങ്ങളുണ്ടാക്കി കോടി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ വന്നിരുന്നു. അവർ തന്നെ പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എന്ത് പറഞ്ഞില്ലേ ഏതാപ്പ്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അത് അന്വേഷിക്കാനുള്ളവർ അന്വേഷിക്കട്ടെ. പക്ഷേ നോറ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പരിശ്രമിച്ചാണ് ഇവിടം വരെ എത്തിയെങ്കിൽ ഞാൻ നോറയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഒറ്റയ്ക്ക് കളിക്കുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഫൈനൽ 5-ലെ
ഒരാൾ നോറയാണ്. അത് ശരി. സാറിന്റെ പ്രഡിക്ഷൻസ് ഇതുവരെ തെറ്റിയിട്ടില്ല. നമുക്ക് കാണാം, ഏതായാലും നോക്കാം. റസ്മിൻ ബായി പോസിറ്റീവ് എനർജി ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തില്ല. ഈ കോമണറുടെ കൂട്ടത്തിൽ നിന്ന് പോയവരിൽ ഒരു കുറച്ച് പ്രത്യേകത അവക്കില്ലേ? ഇല്ല, കോമണറുടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവരുടെ കുറേ കാര്യങ്ങൾ ന്യൂസുകൾ നമ്മളിപ്പോൾ ഏതൊരു വ്യക്തി പോയാലും നിങ്ങളെപ്പോലെയുള്ള ചാനലുകാർ കീറി മുറിച്ച് പലതും പൊക്കി കൊണ്ടുവരുമ്പോൾ ഒരു കോമണർ എന്ന് പറയുമ്പോൾ നന്ദന കോമണറാണ്. ഇപ്പം ഞാൻ അന്ന് കയറുമ്പം എന്നെ വേണമെങ്കിൽ കോമണർ എന്ന് പറയാം, നന്ദന കോമണറിലേക്ക് വരും. അതുപോലെ തന്നെ നേരത്തെ പുറത്തായി കഴിഞ്ഞാൽ മറ്റേ കുട്ടിയും കോമണറിലേക്ക് വരും. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ട് നിൽക്കുന്നതും വേറെ പലതിലുമൊക്കെ മത്സരിച്ചും ഒക്കെ ആയിട്ട് കുറേ പോസിറ്റീവ് സൈഡുകളായിട്ടുള്ള സംഗതികളുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു കോമണർ വിഭാഗമായിട്ട് എനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ പുള്ളിക്കാരത്തി ഒരു സൂത്രശാലിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധിയിൽ ഒരു സൂത്രശാലി. പുള്ളിക്കാരത്തിക്ക് ഇവിടെ പല കാര്യങ്ങളും അറിയാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ശ്രീതു എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ക്രഷിൻ്റെ ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പം അത് ഒരു ടീച്ചറാണെന്നും പറയുന്നു, പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണെന്നും കാണുന്നു. അപ്പം എന്തൊക്കെയോ ഒരു ദുരൂഹത എന്ന് പറയുന്നൊരു സാധനം എനിക്ക് റസ്മിനിൽ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഏതാ ശരി, ഇദ്ദേഹം എന്താ ഇങ്ങനെ ഒരു കോളേജിലെ ടീച്ചർ. അപ്പം ഞാൻ അന്വേഷിച്ചു, കോളേജ് എനിക്കറിയാം, അവിടുത്തെ സെൽഫ് ഫൈനാൻസിങ് എൻ്റെ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഗസ്റ്റ് ടീച്ചർ. അപ്പം ആ ടീച്ചർ തന്നെയാണ്. ജിൻഡോ ഇടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ടീച്ചറല്ലേ, ടീച്ചറായിട്ട് ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? പല സമയങ്ങളിൽ നേരത്തെ അലറി വിളിക്കുന്നൊക്കെ ഒരു സംഭവം കണ്ടു. അതുപോലെ തന്നെ ധാർഷ്ട്യത്തിന്റെ ഒരു സാധനം, അത് വയലന്റ്, അത് എന്ത് ബിഹേവിയറാ? ഒരു ടീച്ചർ ഒരു കോളേജിൽ ഗസ്റ്റ് ആയിക്കോട്ടെ, പെർമനന്റ് ആയിക്കോട്ടെ, UGC ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമുള്ളൊരു കാര്യമല്ല. പക്ഷെ ഒരു ടീച്ചറിന് കാണിക്കാൻ കൊള്ളാന്നുള്ളതാണോ ജിൻഡോയോടുള്ള ദേഷ്യം? ജിൻഡോയോടുള്ള ദേഷ്യത്തിനല്ലേ? ജിൻഡോ എന്നും ചൂലും കൊണ്ട് നടക്കുന്നത്, എന്നും തൂത്തു വരുന്നുണ്ട്. കാരണം അവൻ ജിംനേഷ്യത്തിലൊക്കെ തൂത്ത് നന്നായിട്ട് അവന് വൃത്തിയാക്കി നോക്കാൻ അറിയാം. പക്ഷേ ഈ വെറും വേസ്റ്റ് വാരി അത് കംപ്ലീറ്റ് വാരി എറിഞ്ഞ് ഒരു പ്രത്യേക സ്വഭാവം കാണിക്കുമ്പോൾ നമ്മൾ ഇനിയും കാണാത്ത ഒരുപാട് മുഖങ്ങൾ ചിലരിൽ നിന്നും, മനുഷ്യരുടെ ഇടയിൽ നിന്ന് പലരിൽ നിന്നും പല പല മുഖങ്ങൾ എപ്പോഴും വരാം. അപ്പോൾ അത് അങ്ങനെയാണ് ഇതിൻ്റെ. അതുകൊണ്ട് റസ്മിനെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രതീക്ഷകളില്ല. കാരണം റസ്മിൻ ഇനിയൊരു 4-5 കാരണം ഇനി എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ജാസ്മിനും ഗബ്രിയുടെയും ഒരു ഷെയ്ഡായിട്ട് ഇവർക്കൊരു വേലി തീർത്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള കുറച്ച് കണ്ടന്റുകളും സാധനങ്ങളും പുറത്തോട്ട് വരാം. വേറെ ഇനി ഇദ്ദേഹത്തിനെ സംബന്ധിച്ച്, റസ്മിനെ സംബന്ധിച്ച് ഡാൻസ് കളിക്കാൻ അറിയില്ല, വേറെ കലാപരിപാടികളൊന്നും അറിയില്ല, ഒരു റഫ് നേച്ചറാണ്. ബൈക്ക് റൈഡറാണ്. ഓക്കെ, എന്തായാലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നാണ് പറയുന്നത്, സ്പോർട്സിന്റെ. എന്തുകൊണ്ടാണ് ജിൻഡോ എന്ന് എനിക്ക് മനസ്സിലായി. രണ്ട് ഒരേ പ്രൊഫഷനിലല്ലേ, രണ്ടും ഒരേ ഫിസിക്കൽ എഡ്യൂക്കേഷനും ജിംനേഷ്യം എന്ന് പറയുന്നതൊക്കെ ഏകദേശം അടുത്തടുത്ത് ഇരിക്കുന്നതല്ലേ. അപ്പൊ ഇനി ഈഗോ കോംപ്ലക്സ് ആണോ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. ജിൻഡോ കൂടെ ഉണ്ടായ സമയത്ത് ജിൻഡോയൊക്കെ ഈ നിസാരവൽക്കരിച്ചാണ് കളഞ്ഞിരുന്നത്. ഒരു പുല്ല് പോലെ നമ്മൾ പറയില്ലേ, പരിഹാസത്തോടെ. പുള്ളിക്കാരത്തിയുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്നത് പുച്ഛവും പരിഹാസവുമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് പോലെയാണ് അവരിൽ തോന്നിയത്. അതുകൊണ്ട് എനിക്ക് അവരിൽ കൂടുതൽ വലിയ പ്രതീക്ഷയില്ല. ഇനി ഞെട്ടിപ്പിക്കുന്ന, ഇപ്പം ശ്രീധുവിനോടൊരു ക്രഷ് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു. അതുപോലെ ഇനി പുതിയ ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുമോ എന്ന് അറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ശരണ്യയുടെ സ്റ്റോക്കൊക്കെ തീർന്നു. കാരണം ശരണ്യ ഏകദേശം അടുത്ത എലിമിനേഷനിൽ ശരണ്യ പോകാനുള്ള, അടുത്ത ആഴ്ച അല്ലെ അതിൻ്റെ അടുത്ത ആഴ്ച ശരണ്യ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്നലത്തെ എപ്പിസോഡിൽ, വിഷുവിൻ്റെ എപ്പിസോഡിൽ രണ്ടുപേരെ പുറത്താകുന്നതായിട്ട് കാണിച്ചപ്പോൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നില്ലേ. ദാറ്റ് മീൻസ് വോട്ടിങ് സ്വാഭാവികമായിട്ട് ശരണ്യയ്ക്ക് കുറവാനുള്ള സാധ്യതയുണ്ട്. കാരണം ശരണ്യ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലുള്ളതല്ലാതെ ആ ഒരു കലാപരിപാടി അല്ലാതെ ഇനി ശരണ്യെന്ന് കൂടുതൽ കണ്ടന്റ്, അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് ശരണ്യ എന്ന് തോന്നിയിട്ടില്ല. കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ വേറെ ഇപ്പം ഡ്രസ്സിങ് ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ ഒരു പുതിയ വെറൈറ്റി ഡ്രസ്സിങ് പാറ്റേൺ ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് കോസ്റ്റ്യൂമുകൾ ഉപയോഗിക്കാമല്ലോ. പലതരത്തിലുള്ള കോസ്റ്റ്യൂമുകൾ ഉപയോഗിച്ചിട്ടും ഈ നിലനിന്ന് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ പുതിയ കണ്ടന്റുകൾ എന്തെങ്കിലും ഇറക്കാം. പക്ഷേ അധികം പോകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റോക്കി ബായ് ഇത്തിരി കൂടിപ്പോയി. അല്ല, റോക്കി ബായ് ശരിയായിട്ടും വിന്നർ ആവേണ്ട ആളല്ലായിരുന്നു. ശരിയായിട്ട് റോക്കി ബായ് മര്യാദയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ, കുറച്ചുകൂടെ ബുദ്ധി ബോധം, ഒരു അല്പം കൂടെ ബോധതലത്തിൽ നിന്നിരുന്നെങ്കിൽ,
ഒരു മനുഷ്യൻ അബോധത്തിലാവുന്നത് എപ്പോഴാണ്? ആ ലഹരികൾ ഉപയോഗിക്കുക. ബോധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അല്ലേ? ഇപ്പം MDMA, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഹാഷിഷ് അല്ലെങ്കിൽ ഏതെങ്കിലും. അപ്പോൾ ബോധമുള്ള ഒരാൾ പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല ബോധം പോയ അവസരത്തിൽ. അപ്പോൾ ബോധം പോകാൻ പല വഴികളുണ്ട്. ചില ഷോക്കുകൾ അടിക്കുമ്പോഴും ബോധം പോകാം. ഇപ്പം താങ്കൾ എന്നെ ഭയങ്കരമായിട്ട് ബ്രൂട്ടലായിട്ട് വായി തോന്നിയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും എനിക്കാകെ ബോധം പോവാം. അപ്പം അങ്ങനെ ബോധം പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്തിനുള്ള സാധ്യത ഉണ്ടാവും? സ്വാഭാവികമായിട്ട് എൻ്റെ ബോധം പോയി ഇടിക്കാനുള്ള സാധനം. ഒരല്പമെങ്കിലും ബോധം ഉണ്ടെങ്കിൽ എൻ്റെ ഈ കൈ ഇവിടം വരെ വരുന്ന സമയത്തെങ്കിലും ഞാൻ അയക്കേണ്ടേ ഫിസിക്കൽ അസാൾട്ടിൽ ഞാൻ പുറത്തു പോകും. ഈ രീതിയിൽ പോകാൻ, തുമ്പിലൂടെയല്ലേ പോയത്, ഈ രീതിയിൽ പോകാൻ മാത്രമേ. എന്നിട്ട് നോറ ഇങ്ങനെ എങ്ങാണ്ട് കാണിച്ചു എന്ന് പറഞ്ഞു നോറ അവിടെ ബഹളം വെച്ചപ്പോഴത്തേക്ക് അങ്ങനെ പോലും കാണിക്കരുതെന്ന് പറയുന്ന ചില സംഗതികളുണ്ടായല്ലോ. അപ്പം എനിക്ക് സാറിൻ്റെ ഈ ഇത്രയും ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, അവിടം വരെ പോകാനുള്ള അവകാശം മാത്രമേ നമുക്കുള്ളൂ. ഇത് പക്ഷേ ഇത് ബ്രൂട്ടലായി. ഇത് ബ്രൂട്ടലായെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഇടി സാർ പഞ്ച് ഞാനൊരു 10-50 പ്രാവശ്യമെങ്കിലും റീവൈൻഡ് ഇട്ട് കാണിച്ചു. കാരണം ഈ ബയോളജി സാർ ആയതുകൊണ്ട് എവിടം വരെ പോകും. സിജോ കയറി വരണം തിരിച്ചു. റോക്കി എനിക്ക് ഈ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളായിരുന്നു റോക്കി. എന്താ പറയുക, ഞാൻ റോക്കി ആയിരിക്കും വിന്നറാവാന്ന് വിചാരിച്ചിരുന്നു. നല്ല അടിപൊളി ഒരു ഗെയിം കൊണ്ടുപോയിരുന്ന ഒരാളാണ്. പക്ഷെ സാറ് പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് വളരെ കറക്റ്റാണ് കേട്ടോ. നമ്മൾക്ക് ഈ ബോധം പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചൂടായി പൊട്ടിത്തെറിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ അത്രയും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തതായിട്ടുള്ളോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതായിട്ടുള്ളോ അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റോ സംസാരമോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അത്രയും പൊട്ടിത്തെറിച്ച് നമ്മൾ ഒരു മൈൻഡ് ഔട്ടായിട്ട് പെരുമാറി സംസാരിക്കുക ചെയ്യുള്ളൂ. അതായത് അതിന് ഉദാഹരണമാണ് ആ പുള്ളി പറഞ്ഞ ഈ കള്ളും കഞ്ചാവും ഒക്കെ വലിക്കുന്നവർ ബോധം പറയുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കാതെ ഒരാളുടെ സൈഡിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യം പറയുക പെരുമാറൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിനകത്ത് താങ്ങാൻ പറ്റാണ്ട് പൊട്ടിത്തെറിക്കുന്നതാണ് നമ്മൾ. ഇപ്പോൾ റോക്കിക്ക് അന്നുണ്ടായത് അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഫിസിക്കലി ആയിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ റോക്കി അത് ചെയ്തപ്പോൾ അങ്ങനെ റോക്കി ഔട്ടായി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല റോക്കി ഔട്ടാവുമെന്ന്. റോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എന്തായാലും ഇനി നമുക്ക് സാർ എന്തായാലും വളരെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തിട്ടാണ് ഓരോ ആളുകളെയും പറയണത്. അപ്പോൾ ഇനി വരും നാളുകളിൽ നമുക്ക് ബാക്കിയെല്ലാം നോക്കാം എങ്ങനെയൊക്കെ ആവുമെന്ന്. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ഫൈനലിസ്റ്റായിട്ട് ആരൊക്കെ എത്തും, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെ വിന്നറാവും എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു കണ്ടന്റ് ആയിട്ട് നമുക്ക് വരാം. ബിഗ് ബോസ് ബൈ. താടിയും പൊട്ടും ടോക്സ്.